Hello, dear young friends, welcome to Teach English. Do join me to learn your lessons and do your homework. ഈ വീഡിയോയിൽ 7ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഗ്ലിംപ്സസ് ഓഫ് എമിറേറ്റ്സ് എന്ന ലെസൺ ആണ് വിശദീകരിക്കുന്നത്. നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്നയാളാണോ? വിവിധ സ്ഥലങ്ങൾ കാണുക എന്ന ഉദ്ദേശത്തോടെ യാത്ര ചെയ്യാറുണ്ടോ? യാത്ര എല്ലായ്പ്പോഴും നമ്മെ വല്ലാതെ സന്തോഷിപ്പിക്കും, ഒരുണർവേകും. കടലിനപ്പുറത്തുള്ള ഒരു രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ലഘു യാത്രാക്കുറിപ്പാണ് ഗ്ലിംപ്സ് ഓഫ് ദി എമിറേറ്റ്സ്. UAE എന്ന രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നാണ് UAEയുടെ പൂർണ്ണരൂപം. Glimpses of the Emirates. എമിറേറ്റ്സിലെ കാഴ്ചകളാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. ഒപ്പം ചേർന്നോളൂ, നമുക്ക് വായിക്കാം. What would await an accidental tourist in UAE? UAEയിൽ യാദൃശ്ചികമായെത്തിയ ഒരു വിനോദസഞ്ചാരിയെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? അവൈറ്റ് എന്നാൽ കാത്തിരിക്കുക, ആക്സിഡന്റൽ അപ്രതീക്ഷിതമായ, ആകസ്മികമായ. I wondered as I came out of the airport into the open air. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു. Yes, I was an accidental tourist. അതെ, ഞാനൊരു ആകസ്മിക വിനോദസഞ്ചാരിയായിരുന്നു. എഴുത്തുകാരൻ UAEയിലേക്ക് മാത്രം എന്ന നിലയ്ക്ക് പോയതായിരുന്നില്ല. I had been to Oman to stay with my niece. ഞാൻ എന്റെ നീസിന്റെ അടുത്ത് താമസിക്കാൻ ഒമാനിൽ പോയിരുന്നു. നീസ് എന്നാൽ അനന്തരവൾ, മരുമകൾ, സഹോദരന്റെയോ സഹോദരിയുടെയോ മകൾ. I had just squeezed in 2 days on my way back home. വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ഞാൻ 2 ദിവസത്തെ സമയം കണ്ടെത്തി. ഒമാനിൽ നിന്നും തിരിച്ചു വരുമ്പോൾ UAE സന്ദർശിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം താനൊരു ആക്സിഡന്റൽ ടൂറിസ്റ്റാണെന്ന് പറയുന്നത്. സ്ക്വീസ് ഇൻ എന്നാൽ സമയം ജരുക്കുക, വളരെ കുറച്ചു സമയത്തിൽ എന്തെങ്കിലും ചെയ്തു തീർക്കേണ്ടി വരുമ്പോഴാണ് സ്ക്വീസ് ഇൻ എന്ന ഫ്രേസ് ഉപയോഗിക്കാറ്. But 2 days were enough to give me an eyeful and plenty of food for thought. പക്ഷേ എനിക്ക് കാഴ്ചകൾ കണ്ട് കണ്ണ് നിറയ്ക്കാനും ചിന്തയ്ക്ക് വക നൽകാനും 2 ദിവസം മതിയായിരുന്നു. ഫുഡ് ഫോർ തോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാര്യമായി ചിന്തിപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒരാശയം. The dense clouds hovering above the wings of the aircraft had already given me an eyeful. വിമാനത്തിന്റെ ചിറകുകൾക്കു മീതെ പറന്നുയരുന്ന നിബിഡമായ മേഘങ്ങൾ അപ്പോഴേക്കും എന്നെ കണ്ണു നിറച്ചിരുന്നു. ഡെൻസ് മീൻസ് നിബിഡമായ, കട്ടിയുള്ള. ഹവറിംഗ് മീൻസ് ചുറ്റിയുയരുക, പറന്നുയരുക. And the desert which seemed to stretch endlessly was a spectacle too. അനന്തമായി നീണ്ടുകിടക്കുന്ന മരുഭൂമിയും ഒരു കാഴ്ചയായിരുന്നു. സ്ട്രെച്ച് എൻഡ്ലെസ്ലി, അനന്തമായി പരന്നുകിടക്കുന്ന. സ്പെക്ടക്കിൾ മീൻസ് കാഴ്ച അല്ലെങ്കിൽ അദ്ഭുത ദൃശ്യം. ഇനി നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്നും നൽകിയ ചോദ്യത്തിനുത്തരം കണ്ടെത്താം. ചോദ്യം: Why does the author say that he had squeezed in 2 days? 2 ദിവസത്തിനുള്ളിൽ ഞെരുങ്ങേണ്ടി വന്നുവെന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ട്? The author had only a short time to visit the UAE on his way back from Oman. ഒമാനിൽ നിന്ന് മടങ്ങുന്ന വഴി UAE സന്ദർശിക്കാൻ ലേഖകന് ചുരുങ്ങിയ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. The long drive in my friend Asokan's car from Ras Al Khaimah to Abu Dhabi was a memorable experience. എന്റെ സുഹൃത്ത് അശോകന്റെ കാറിൽ റാസൽ ഖൈമയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ദീർഘദൂര യാത്ര അവിസ്മരണീയമായ അനുഭവമായിരുന്നു. മെമ്മറബിൾ അവിസ്മരണീയമായ, ഓർമ്മിക്കാവുന്ന. We never got tired of stopping and venturing out into the beach. കടൽത്തീരത്ത് നിർത്താനും പുറത്തിറങ്ങാനും ഞങ്ങൾ ഒരിക്കലും മടി കാണിച്ചില്ല. ആ ദീർഘയാത്രയിൽ അവർ ഇടയ്ക്കിടെ കാർ നിർത്തി പല ബീച്ചുകളും സന്ദർശിച്ചു. അവർക്കതിൽ മടിയോ ക്ഷീണമോ തോന്നിയില്ല. വെഞ്ചർ എന്നാൽ സാഹസികോദ്യമം, ചെയ്യാൻ ധൈര്യപ്പെടുക. The sea had the same serene appearance everywhere. കടലിന് എല്ലായിടത്തും ഒരേ ശാന്തമായ രൂപമായിരുന്നു. സിറീൻ മീൻസ് ശാന്തമായ, പ്രക്ഷുബ്ധമല്ലാത്ത. One feels a kind of heavenly bliss at these quiet beaches. ശാന്തമായ ഈ കടൽത്തീരങ്ങളിൽ ഒരാൾക്ക് ഒരുതരം സ്വർഗീയാനന്ദം അനുഭവപ്പെടും. ഹെവൻലി ബ്ലെസ് എന്നാൽ സ്വർഗീയാനന്ദം, അതിയായ സന്തോഷവും സമാധാനവും തോന്നുന്ന അവസ്ഥ. ചോദ്യം: Why does the author say one feels a kind of heavenly bliss at these quiet beaches? ഈ ശാന്തമായ കടൽത്തീരങ്ങളിൽ
ഒരാൾക്ക് ഒരുതരം സ്വർഗീയാനന്ദം അനുഭവപ്പെടുന്നു എന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ട്? The beaches are serene and peaceful, creating a calming and delightful experience. സ്വച്ഛതയുള്ള ഈ ബീച്ചുകൾ ശാന്തിയും ആനന്ദവും നിറഞ്ഞ അനുഭവം തരുന്നു. At Swehen in Abu Dhabi, I caught sight of something unexpected. അബുദാബിയിലെ സ്വീഹാനിൽ വെച്ച് ഞാൻ അപ്രതീക്ഷിതമായ ഒരു കാര്യം കണ്ടു. ക്യാച്ച് സൈറ്റ് എന്നാൽ ശ്രദ്ധയിൽപ്പെടുക, കണ്ണിൽപ്പെടുക. It was the entrance to the Noor Abu Dhabi solar power plant. നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിന്റെ പ്രവേശന കവാടമായിരുന്നു അത്. It is the largest single-site solar power plant in the world, producing a stupendous 1.2 gigawatts of power. 1.2 ജിഗാവാട്ട് ഊർജം ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റാണിത്. ജിഗാവാട്ട് എന്നാൽ 1 ബില്യൺ വാട്ട് ഊർജമാണ്. സ്റ്റുപെൻഡസ് എന്നാൽ വിസ്മയകരമായ, ആശ്ചര്യപ്പെടുത്തുന്ന. Of course, tourists are not allowed inside. തീർച്ചയായും വിനോദസഞ്ചാരികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. I had to satisfy myself with the magnificent photographs of the power plant on the net. ഇന്റർനെറ്റിൽ ലഭ്യമായ പവർ പ്ലാന്റിന്റെ ഗംഭീര ഫോട്ടോഗ്രാഫുകൾ കൊണ്ട് എനിക്ക് എന്നെ തന്നെ തൃപ്തിപ്പെടുത്തേണ്ടി വന്നു. മാഗ്നിഫിസന്റ് എന്ന വാക്കിനർത്ഥം ഗംഭീരമായ, മഹത്തായ. The plant has an amazing 3.2 million solar panels. നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നത്ര സോളാർ പാനലുകൾ, അതായത് 3.2 മില്യൺ സോളാർ പാനലുകളാണ് പ്ലാന്റിനുള്ളത്. അമേസിംഗ് എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന, സ്റ്റുപെൻഡസ്, മാഗ്നിഫിസന്റ് ആൻഡ് അമേസിംഗ് എന്നീ വാക്കുകൾ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാം. I wish tourists were given an aerial view of the plant. വിനോദസഞ്ചാരികൾക്ക് പ്ലാന്റിന്റെ ഒരാകാശക്കാഴ്ച ലഭ്യമാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏരിയൽ വ്യൂ എന്ന് പറഞ്ഞാൽ ആകാശക്കാഴ്ച, മുകളിൽ നിന്നുള്ള കാഴ്ച. ചോദ്യം: Why did the author have to satisfy himself with the photographs on the net? നെറ്റിലെ ഫോട്ടോഗ്രാഫുകൾ കൊണ്ട് എഴുത്തുകാരൻ സ്വയം തൃപ്തിപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ട്? Tourists were not allowed inside the Noor Abu Dhabi solar power plant. So he had to satisfy himself with the photographs on the net. നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിനുള്ളിൽ വിനോദസഞ്ചാരികളെ അനുവദിച്ചിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് നെറ്റിൽ ലഭ്യമായ പവർ പ്ലാന്റ് ചിത്രങ്ങൾ കണ്ട് സ്വയം തൃപ്തിപ്പെടേണ്ടി വന്നു. I was able to view the imposing Burj Khalifa, the tallest building in the world. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ, പ്രൗഢമായ ബുർജ് ഖലീഫ് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇംപോസിംഗ് എന്ന് പറഞ്ഞാൽ പ്രൗഢമായ, അത്ഭുതാവഹമായ. Climbing it all the way up would take you to the top of the world. അതിന്റെ മുകളറ്റം വരെ കയറുന്നത് നിങ്ങളെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കും. Of course, I could not do it. തീർച്ചയായും എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. A boat ride at Dubai late in the evening was a fascinating experience. വൈകുന്നേരത്തെ ദുബായിലെ ബോട്ട് സവാരി കൗതുകകരമായ അനുഭവമായിരുന്നു. ഫാസിനേറ്റിംഗ് മീൻസ് വശീകരിക്കുന്ന, മോഹിപ്പിക്കുന്ന, കൗതുകകരമായ. The dazzling lights and their reflections on the creek give you a feeling of being out of the world. ക്രീക്കിലെ മിന്നുന്ന ലൈറ്റുകളും സമുദ്രത്തിലെ അവയുടെ പ്രതിഫലനങ്ങളും നിങ്ങൾക്ക് ലോകത്തിന് പുറത്താണെന്ന് തോന്നൽ നൽകുന്നു. ഡാസ്ലിംഗ് എന്നാൽ തിളങ്ങുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന. It was only matched by a ride on the metro from Al Nahda to stadium. അൽ നഹ്ദയിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്കുള്ള മെട്രോയിലെ യാത്രയും അതേപോലെ ആസ്വാദ്യമായിരുന്നു. Watching the landscape from a train is always entertaining. ട്രെയിനിൽ നിന്ന് ലാൻഡ്സ്കേപ്പ് കാണുന്നത് എല്ലായ്പ്പോഴും രസകരമാണ്. എന്റർടൈനിങ് എന്നുവെച്ചാൽ ആസ്വാദനം നൽകുന്ന, വിനോദിപ്പിക്കുന്ന. But here was a landscape totally different from anything I had ever seen. ഞാൻ ഇതുവരെ കണ്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ചോദ്യം: What does the author mean by a feeling of being out of the world? ലോകത്തിന് പുറത്താണെന്ന തോന്നൽ എന്നതുകൊണ്ട് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നതെന്ത്? The dazzling lights and their reflections on the creek created an extraordinary, surreal experience. ക്രീക്കിലെ മിന്നുന്ന ലൈറ്റുകളും സമുദ്രത്തിലെ അവയുടെ പ്രതിഫലനങ്ങളും അസാധാരണവും അതിശയകരവുമായ അനുഭവം സൃഷ്ടിച്ചു. But nothing matched the Louvre Abu Dhabi Museum,
a marvel by any standards. എന്നാൽ ലൂവറെ അബുദാബി മ്യൂസിയത്തോട് ഒരു കാഴ്ചയും മാച്ച് ചെയ്തില്ല. ഏത് നിലവാരത്തിലും എല്ലാവിധത്തിലും ഒരത്ഭുതമാണത്. മാർവൽ മീൻസ് അത്ഭുതം, വിസ്മയം. It houses some of the world's most fascinating archaeological remains, paintings, sculptures and other artifacts. ലോകത്തിലെ ഏറ്റവും ആകർഷകമായ പുരാവസ്തു അവശിഷ്ടങ്ങൾ, പെയിന്റിംഗുകൾ, ശില്പങ്ങൾ, മറ്റ് കലാവസ്തുക്കൾ എന്നിവ ഇവിടെയുണ്ട്. ഹാസിൽ എന്നത് ക്രിയയായാണ് ഉപയോഗിച്ചത്. ഉൾക്കൊള്ളുക അല്ലെങ്കിൽ ഇടം നൽകുക എന്നാണർത്ഥം. റിമെയിൻസ് എന്നാൽ അവശിഷ്ടങ്ങൾ, സ്കൾപ്ചേഴ്സ് മീൻസ് ശില്പങ്ങൾ, ആർട്ടിഫാക്ട്സ് എന്നാൽ കലാവസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ. It carries the name of the famous Louvre Museum in France on an agreement. ഒരു എഗ്രിമെന്റിന്റെ പ്രകാരം ഇത് ഫ്രാൻസിലെ പ്രശസ്തമായ ലൂവ്രെ മ്യൂസിയത്തിന്റെ പേര് വഹിക്കുന്നു. It has also rented more than 300 pieces from the Louvre for display. പ്രദർശനത്തിനായി ലൂവ്രയിൽ നിന്ന് 300-ലധികം വസ്തുക്കൾ വാടകയ്ക്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. I thought it terribly unlucky of me to have spent only half a day in the museum. മ്യൂസിയത്തിൽ അര ദിവസം മാത്രം ചിലവഴിച്ചത് എന്റെ ദൗർഭാഗ്യമാണെന്ന് ഞാൻ കരുതി. I would have loved to spend at least a week. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും അവിടെ ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം: Why did the author think he was unlucky in his visit to the Louvre Museum? തന്റെ ലൂവ്രെ മ്യൂസിയം സന്ദർശനത്തിൽ താൻ നിർഭാഗ്യവാനാണെന്ന് എഴുത്തുകാരൻ കരുതിയതെന്തുകൊണ്ട്? He could only spend half a day at the fascinating Louvre Abu Dhabi Museum and wanted more time. ആകർഷകമായ ലൂവ്രെ അബുദാബി മ്യൂസിയത്തിൽ പകുതി ദിവസം മാത്രമേ അദ്ദേഹത്തിന് ചെലവഴിക്കാൻ കഴിഞ്ഞുള്ളൂ. അവിടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. On boarding the flight to Calicut, I wished I had more time for a visit like this. കോഴിക്കോട്ടേക്കുള്ള വിമാനത്തിൽ കയറുമ്പോൾ ഇതുപോലൊരു സന്ദർശനത്തിന് ഇനിയും സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. At least 2 weeks. Another time. I might get a chance again. കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും ഇവിടെ ചിലവഴിക്കണം. മറ്റൊരിക്കൽ എനിക്ക് വീണ്ടും അവസരം ലഭിച്ചേക്കും. You never know. അതൊരിക്കലും നിങ്ങൾക്കറിയില്ലല്ലോ, ഭാവിയിൽ എന്തു സംഭവിക്കുമെന്ന് നമുക്കുറപ്പില്ലാലോ. വായന അവസാനിപ്പിക്കുകയാണ്. കുട്ടികൾക്ക് പാഠം മനസ്സിലായോ? ഉപകാരമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ വീണ്ടും വരിക. ബൈ.